കരുത്തരായ ജർമ്മനി അട്ടിമറിച്ച് പരാഗ്വയെ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ സഡൻ ഡെത്ത് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പരാഗ്വയുടെ വിജയം. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. അങ്ങനെ ഈ ലോകകപ്പിലെ ബിഗ്ഗസ്റ്റ് ഷോക്ക് അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. മുൻ ചാമ്പ്യന്മാരായ 4 തവണ ലോക കിരീടം ഉയർത്തിയ ജർമ്മനി അവർ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായിരിക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ ടീമായുള്ള പരാഗ്വയുടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റാണ് അവർക്ക് ഈ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. 2014 കിരീടധാരണത്തിന് ശേഷം കഴിഞ്ഞ 2 എഡിഷനിലും അവർ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായതാണ്. ഇത്തവണ അവർ ആദ്യ റൗണ്ട് കടന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു അവരുടെ ആരാധകർക്കുണ്ടായിരുന്നത്. പക്ഷേ മറ്റൊരു നോക്കൌട്ട് മത്സരത്തിൽ അവർ വീഴ്ത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഒരു 2011 ശേഷം ഒരു നോക്കൌട്ട് മത്സരം ജയിക്കാൻ കഴിയാതെ അങ്ങനെ ജർമ്മനി മടങ്ങുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ പരാഗ്വയാണ് ആദ്യം ലീഡെടുത്തത്. 42-ാം മിനിറ്റിൽ എൻസിസോയിലൂടെ അവർ മുന്നിലെത്തി. പക്ഷേ 54-ാം മിനിറ്റിൽ കായ് ഹവാർട്സിലൂടെ തിരിച്ചടിച്ചു. അതിനുശേഷം മത്സരം നീളുന്നു. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലെത്തുമ്പോൾ അവിടെ 4-3 എന്ന് പറഞ്ഞ സ്കോറിനാണ് ജർമ്മനി തോറ്റുപോകുന്നത്. ജർമ്മനിക്കായി കിക്കെടുത്ത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഈ മത്സരത്തിൽ അവരെ സമനിലയിൽ എത്തിച്ച കായ് ഹവാർട്സിനും നിക് വോൾട്ട്മെയ്ഡിനും ഒപ്പം തന്നെ ജൊനാഥൻ താക്കും പിഴയ്ക്കുമ്പോൾ 2 പെനാൽറ്റികൾ മാനുവൽ നോയർ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ 2 എണ്ണം ജർമ്മനിക്ക് അനുകൂലമായി വരുന്നുണ്ട്. ഫാബിയൻ ബാൽബൂനയുടെയും അന്റോണിയോയുടെയും കിക്കുകൾ പരാഗ്വയ്ക്കും പാഴാവുന്നുണ്ട്. അങ്ങനെ ഒരു 4-3 എന്ന സ്കോറിലാണ് പരാഗ്വെ ജർമ്മൻ വമ്പന്മാരെ അട്ടിമറിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഷൂട്ടൌട്ടിൽ തോൽക്കുന്നത്. നമുക്കറിയാം, ഒലിവർ ഗാൻ അടക്കം മാനുവൽ ന്യൂയർ വരെ നീണ്ടു നിൽക്കുന്ന വിഖ്യാതമായ ഗോൾ കീപ്പർമാരുള്ള ആ ടീം എല്ലാ കാലത്തും അവരുടെ കരുത്ത് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തിയാൽ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അവരുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ ഗോൾ കീപ്പർമാർ തന്നെയാണ്. പലപ്പോഴും ഗ്യാരി ലിനേക്കർ പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ തന്നെ ജർമ്മനി കളിക്കും, അവർ എക്സ്ട്രാ ടൈം കളിക്കും, ഒടുവിൽ പെനാൽറ്റി ഷൂട്ടിലെത്തിച്ചാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല എന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ജർമ്മനിക്കാണ് ഒടുവിൽ പെനാൽറ്റി ദുരന്തം വന്നു ചേരുന്നത്, ഷൂട്ടൗട്ട് ദുരന്തം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് എടുത്തു കാണിക്കാനുള്ളത്. അതേസമയം ഇപ്പോൾ മറ്റൊരു മത്സരം പുരോഗമിക്കുകയാണ്. അത് മൊറോക്കോ നെതർലാൻഡ്സ് മത്സരമാണ്. 55-ാം മിനിറ്റിൽ എത്തി നിൽക്കുമ്പോൾ ഇതുവരെ ഇരു ടീമിനും ഗോളടിക്കാൻ സാധിച്ചിട്ടില്ല. നെതർലാൻഡ്സ് ഇന്നേ വരെ ലോകകപ്പ് എടുത്തിട്ടില്ല. 3 തവണ കിരീടത്തിന് തൊട്ടടുത്ത് വീണുപോയവരാണ് നെതർലാൻഡ്സുകാർ. അപ്പോൾ നെതർലാൻഡ്സ് ഇത്തവണ വലിയ പ്രതീക്ഷയുമായി നല്ല സംഘവുമായി എത്തിയ ആ ടീമിന് മൊറോക്കോയെ പോലെ കഴിഞ്ഞ തവണ 3 സെമി ഫൈനലിസ്റ്റുകളായ മൊറോക്കോയെ മറികടന്ന് ബ്രസീലിനെതിരെയൊക്കെ തന്നെ കടുത്ത പോരാട്ടം കളിച്ചെത്തുന്ന മൊറോക്കോയെ മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. ഇരു ടീമുകൾക്കും നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിൽ പോലും ഒന്നും മുതലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എസ് കെ. താങ്ക് യു അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.